കേരളത്തെ സംബന്ധിച്ച് വളരെ ആവേശകരവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടതുമായ ഒരു വാർത്ത കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ടൂറിസത്തെ സംബന്ധിച്ച് ഇന്ന് വരികയുണ്ടായി. ആഗോള ടൂറിസം മേഖലയിൽ കേരളത്തിന് വീണ്ടും ഒരു അംഗീകാരം എന്നുള്ളതാണത്. 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട 10 ലോകോത്തര ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ കൊച്ചി ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രമുഖ യാത്രാ പ്ലാറ്റ്ഫോമായ Booking.com തയ്യാറാക്കിയ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ഡെസ്റ്റിനേഷനാണ് കൊച്ചി എന്നത് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇന്ത്യയിൽ നിന്ന് ആകെയുള്ളത് നമ്മുടെ കൊച്ചിയാണ് എന്നുള്ളതാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന നേട്ടം എന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. വിനോദസഞ്ചാരികൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട 10 ലോകോത്തര ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയാണ് Booking.com തയ്യാറാക്കിയത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക സമ്പത്തും പ്രകൃതി സൗന്ദര്യവും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഈ പട്ടികയിൽ ഉൾപ്പെടാൻ കൊച്ചിയെ സഹായിച്ചത്. നൂറ്റാണ്ടുകളായുള്ള ആഗോള വ്യാപാരത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും പ്രതിഫലനമാണ് കൊച്ചിയെന്ന് Booking.com വിലയിരുത്തുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ വാസ്തുശില്പചാരുതയും ആധുനിക ആർട്ട് കഫേകളും ഒത്തുചേരുന്ന നഗരമാണ് കൊച്ചി. ചീനവലകൾ, പൈതൃകം നിറഞ്ഞ കച്ചവട കേന്ദ്രങ്ങൾ എന്നിവ അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം പകരുന്നു. ചരിത്രപരമായ കെട്ടിടങ്ങൾ അത്യാധുനിക കലാകേന്ദ്രങ്ങളായി മാറുന്ന കൊച്ചി മുസിരിസ് ബിനാലെ പോലുള്ള ലോകോത്തര പരിപാടികൾ എന്നിവയെല്ലാം ഈ നഗരത്തിന്റെ ആകർഷണങ്ങളാണ്. ഇവിടുത്തെ പാചക പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉദാഹരണമാണെന്ന് വെബ്സൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു. കേരള ടൂറിസത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ് ഇതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ലോക ടൂറിസം ഭൂപടത്തിൽ കേരള ടൂറിസത്തെ അടയാളപ്പെടുത്തുന്ന നേട്ടമാണിത്. ഈ നേട്ടം കേരളത്തിന്റെ ടൂറിസം വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിലെ കായൽ യാത്ര, മൂന്നാറിലെ കോടമഞ്ഞു മൂടിയ മലനിരകളിലൂടെയുള്ള ട്രക്കിംഗ്, മാരാരി ബീച്ച് തുടങ്ങിയ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ്. ലോകമെമ്പാടു നിന്നും മികച്ച യാത്രാ സംവിധാനങ്ങളുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടേക്കുള്ള കവാടമാണെന്നും Booking.com വിലയിരുത്തുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.